Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, let's start. തുടങ്ങാലോ? സ്റ്റാർട്ട് ചെയ്തൂടെ? Okay. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എവിടെ വരെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? അഞ്ജലി, എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അഞ്ജലി അറിയാമോ? Yes, ma'am. ആ, അറിയൂ. ഇതുവരെ പറഞ്ഞു നിർത്തിയത് നെഫ്രോളജി. നെഫ്രോളജി എന്താണ് നമ്മൾ പറഞ്ഞു? നെഫ്രോളജിയിൽ നമുക്ക് അറിയാം, ഫോക്കസിങ് ഓൺ ദ ഡിസീസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ കിഡ്നി, അല്ലെ? കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള പ്രധാനമായിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റുകളാണ് നെഫ്രോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ കൂടാതെ റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഓൾസോ ഇൻക്ലൂഡ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് കിഡ്നി, അല്ലെ? ഇതൊക്കെ നടത്തുന്നത് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്? ധന്യ പറയാമോ? എന്താ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാ? ധന്യ അറിയാമോ? ഒന്ന് വേഗം. പറ്റില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ല? റെക്കോർഡഡ് ക്ലാസ് കണ്ടില്ല? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല കണ്ടിട്ടില്ല. രണ്ടും കണ്ടില്ല. ഓക്കെ. സാരംഗ് ഉണ്ടോ? സാരംഗ് എന്നാണ് ഇവിടെ നമ്മളുടെ നെയിം കാണുന്നത്. അത് തന്നെയാണോ? ഉണ്ടോ അവിടെ? ഇല്ല. നയന ഉണ്ടോ? നയന ശരി. അഞ്ജു ഉണ്ടോ? അഞ്ജു ഉണ്ടോ? അഞ്ജു ഇല്ല. ശബരി ഉണ്ടോ? ശബരി ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഞാൻ എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഞാൻ ചോദിക്കണേന്ന് വെച്ചാ, നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അല്ലെ? പറയുമ്പോ നമ്മൾ പറയിപ്പിക്കുന്ന കാര്യങ്ങള് ജസ്റ്റ് ആ പിള്ളേരതൊക്കെ ഒന്ന് വായിച്ചിട്ടാണ് കയറണേ, അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണേന്ന് അല്ലല്ലോ. നമ്മൾ അതിനു വേണ്ടി മാത്രമല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ ഒരു ടീച്ചർ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് പോകുമ്പോ 1 മണിക്കൂറിൽ നമ്മൾ ഇടയ്ക്ക് ഒരു എന്താ പറയാ, വാവ് അടയ്ക്കാൻ പോലും സമയമെടുക്കാതെയാണ് 1 മണിക്കൂർ ഇവിടെ ക്ലാസ് എടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ തുടക്കം ഒരു 1-2 മിനിറ്റ് ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ചോദിച്ചത് ഒന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് കൂടി ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തായാലും ഏത് ക്ലാസ്സുകളായാലും അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ നിങ്ങൾ കയറി ഇവിടെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെ? നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വെറുതെ അങ്ങോട്ട് ഇട്ട് തന്നാൽ മാത്രം മതിയാവും. അപ്പൊ ഒരു ഇന്ററാക്ഷൻ അങ്ങനെ, അതായത് നമ്മൾ കംപ്ലീറ്റ് ആ ഒരു 1 അവറിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഇടയ്ക്ക് ആ തുടങ്ങുന്ന സമയത്തോ അവസാനിക്കുന്ന സമയത്തോ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ചോദിക്കുക. ഞാൻ ലാസ്റ്റ് സമയത്ത് ചോദിക്കാറില്ല, ബിക്കോസ് എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സമയം ഉപയോഗിക്കുക. മിക്കവാറും എല്ലാവർക്കും ആ സമയമാകുമ്പോൾ എല്ലാം ക്ലിയർ ആയി എന്നാണ് പറയുക, പിന്നെ നോട്ട് ചെയ്താലും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ല. ആരും ചോദിച്ചിട്ട്
ഒരാൾ മാത്രം പറഞ്ഞു ആ ചോദിച്ചത് എവിടെ വരെ എടുത്തു എന്ന് ചോദിച്ചപ്പോ അതിന് റിപ്ലൈ തന്നു. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ന്യൂക്ലിയർ മെഡിസിൻ ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ന്യൂക്ലിയർ മെഡിസിൻ ആണ്. In this, it is a type of imaging, medical imaging, which use a small amount of radioactive isotopes to diagnose and also to ascertain the severity of the disease for a person or a patient. അതായത് പലതരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്യാൻ നമ്മളുടെ ഈ ലാബ് ടെസ്റ്റുകൾ കൊണ്ട് മാത്രമൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അകത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെസ്റ്റിലൂടെ, അതായത് നമ്മുടെ ഏറ്റവും ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ബാധിക്കുന്ന ചില ഡിസീസസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് അത് സാധാരണയായിട്ട് നമ്മളുടെ ഹാർട്ട് ഡിസീസസ്, അതുപോലെ തന്നെ ക്യാൻസേഴ്സ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്, പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ എൻഡോക്രൈൻ, നമ്മുടെ വയറിനകത്തുള്ള ഓർഗൻസ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഇതൊക്കെ തന്നെ എന്താ പറയാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെ ഡിസീസസ് ബാധിച്ചിട്ടുണ്ട്, പേഷ്യൻസിന്റെ രോഗകാരണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് നോക്കിയാലൊന്നും പറ്റില്ല. ബോഡി ഫ്ലൂയിഡ്സ് ഒന്നും ടെസ്റ്റ് ചെയ്താൽ പറ്റില്ല. അതുകൊണ്ട് ഇന്റേണൽ മെഡിസിൻ, അതായത് ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെസ്റ്റ് ആണ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് കടത്തി വിട്ടിട്ട് അത് ഈ പറയുന്ന ശരീരഭാഗങ്ങൾ, നമ്മുടെ കൂടുതലും ഹാർട്ട് ഡിസീസസ്, അതുപോലെ ക്യാൻസേഴ്സ്, പിന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ആ ഓർഗൻസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ, അതായത് നമ്മുടെ അബ്ഡോമിനൽ പാർട്ടില് വയറിനകത്ത് ഉണ്ടാകുന്ന ഇന്റേണൽ ഓർഗൻസ് ആണ്, അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ, അതായത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വിതിൻ ദ ബോഡിയിലുള്ള അബ്നോർമാലിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഇമേജിംഗ് രീതിയാണ് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഇത് കണ്ടെത്താനായിട്ട് ഇവര് ഒരു പുതിയ പുതിയ ആധുനികമായിട്ടുള്ള പല ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജി ഇന്ന് അത്രയും ഡെവലപ്ഡ് ആണ്. നമ്മുടെ പണ്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു മുറിച്ച് തുറന്നൊക്കെ വെച്ചിട്ട് വേണമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ വലിയ വലിയ ഓപ്പറേഷൻസ് ആവശ്യമായി വന്നു അല്ലെ. പക്ഷെ ഇന്ന് അത് വേണ്ട. ഇന്ന് അതില്ലാതെ നമുക്ക് ഏത് ഭാഗത്താണ് അതെന്ന് മനസ്സിലാക്കാൻ, രോഗങ്ങൾ ഏത് ഇന്റേണൽ ഭാഗത്താണ്, ഓർഗനിലാണ് പിടിപെട്ടിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മെഡിക്കൽ ഇമേജിംഗ് രീതി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ പറയുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻസിലൂടെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഡിസീസസിന്റെ പേരുകളാണ് തൈറോയിഡ് ക്യാൻസർ, ഹൈപ്പർ തൈറോയിഡിസം, ലിംഫോമാസ്, ബോൺ പെയിനുകളൊക്കെ. പിന്നെ അതർ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. ഈ ക്യാൻസർ അതുപോലെ ലിംഫോമാസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ക്യാൻസർ ആണ് അല്ലെ, ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. പിന്നെ ബോൺ പെയിന്, എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചില ആളുകൾക്ക് അസ്ഥിക്കൊക്കെ എന്താ പറയാ ഈ വേദനകൾ അനുഭവപ്പെടുന്നത്, മാറുന്നില്ല, എത്ര മരുന്നുകൾ വെച്ചിട്ടും മാറുന്നില്ല. അപ്പൊ ഇന്റേണൽ ഓർഗൻസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിക്ക് അകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ സാധാരണ കോമൺ ആയിട്ടുണ്ടാകുന്ന ചില വേദനകളൊക്കെ ആണെങ്കിൽ ചില മരുന്നുകൾ കൊണ്ടൊക്കെ നമുക്ക് വല്ല ബാമൊക്കെ പുരട്ടിയൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ ഇതൊക്കെ താൽക്കാലിക ആശ്വാസം മാത്രം നൽകുന്നുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ വേദന ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്താണ് പ്രശ്നം എന്ന്. അപ്പൊ അതിന് അങ്ങനത്തെ കാര്യങ്ങള് ഇന്റേണൽ ഓർഗൻ ആണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മോർ തൈറോയിഡ് അല്ലെ, കൂടുതൽ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ തൈറോയിഡിന്റെ അളവ് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു അല്ലെ. തൈറോയിഡിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതിന് പല ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. നമ്മളുടെ മുടി കൊഴിച്ചില്, ഹാൻഡ് ട്രമേഴ്സ്, കൈവിറയല് അല്ലെ, വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് ചില ആളുകളിൽ ഈ ഹൈപ്പർ തൈറോയിഡ് ഉള്ളവർക്ക് കൂടുതലും വെയിറ്റ് ലോസ് ആണ് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ അവരുടെ ഭയങ്കര ശരീരഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങുന്നു, വലിയാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ ഏതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാൻസേഴ്സ് പല രീതിയിലുള്ളത്. അത് ഈ
ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്താ പറയാ, തൈറോയ്ഡ് പിന്നെ വീണ്ടും കുറെയൊക്കെ മാറി അത് ക്യാൻസർ സ്റ്റേജിലേക്ക് പോകാറുണ്ട്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഇത്തരം ഡിസീസസിനെയൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഫോർ ദിസ് പർപ്പസ് ദ ഡോക്ടേഴ്സ് യൂസ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. അതിനു വേണ്ടിയിട്ട് ഇത്തരം രോഗങ്ങൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർമാര് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സ്പെഷ്യൽ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇത്തരം രോഗങ്ങൾ ഇന്റേണൽ പാർട്ടിനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയ അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ക്യാമറാസ് അവരുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് കടത്തിവിട്ട് ഈ പറയുന്ന റേസ് കടത്തിവിടുമ്പോ, ഈ റേഡിയോ ഐസോട്ടോപ്സ് കടത്തിവിടുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള അത് ട്രാക്ക് ചെയ്ത് ആ രോഗം ഏത് ഭാഗത്താണ്, ഏത് നമുക്കറിയാലോ ശരീരത്തിനകത്ത് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഗ്ലാൻഡുകളും ഉണ്ട്, ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏത് ഭാഗത്തായിട്ടാണെന്ന് മനസ്സിലായെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസൈൻ ക്യാമറാസ് ആണ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുക അവരുടെ ഡയഗ്നോസിസ് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ and also they use nuclear medicine to track the disease. ആ ഡിസീസ് എന്താണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അതിനു വേണ്ടി ന്യൂക്ലിയർ മെഡിസിൻ ആണ് ഉപയോഗിക്കുക, which is injected through the intravenous, that means IV കാനുള്ള വെയിനിൽ പ്ലേസ് ചെയ്തിട്ട് തന്നെയാണ് അതിൽ കൂടി കടത്തി വിട്ടിട്ടൊക്കെയാണ് ഇവരിതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഡയഗ്നോസിസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഏത് റേഡിയോ ഐസോട്ടോപ്സ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ന് മോഡാലിറ്റീസ് ആയിട്ട്, അതായത് ന്യൂ ടെക്നോളജി പ്രകാരം ഏറ്റവും ആധുനികമായ രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് ഇന്ന് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഈ പറയുന്ന മെഡിസിൻസ്, ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിക്കുന്നത് ഒന്ന് സ്പെക്റ്റും ഒന്ന് പെറ്റുമാണ്. സ്പെക്ട് ആൻഡ് പെറ്റ്, അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്. സ്പെക്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടൊമോഗ്രഫിയും സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടൊമോഗ്രഫിയും പെറ്റ് പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫിയും. ഈ രണ്ട് രീതിയിലുള്ള സ്കാൻസ് ആണ് ഇന്ന് മോസ്റ്റ് കോമൺലി ന്യൂക്ലിയർ മെഡിസിൻസിൽ ഇമേജിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ രണ്ടെണ്ണത്തിന്റെ പേരും മറക്കണ്ട, അതിന്റെ എന്താ പറയാ ഫുൾ ഫോം മറക്കണ്ട. അബ്രീവിയേറ്റഡ് ഫോം ഫുൾ ഫോമിലേക്ക് മാറ്റി നമുക്ക് ചോദിക്കാറുണ്ട് പലപ്പോഴും. SPECT and PET are the two imaging medicines which is used in nuclear medicine. Nuclear medicines ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികപരമായിട്ടുള്ള രണ്ട് സ്കാൻസ് ആണ് ഏതൊക്കെ, സ്പെക്റ്റും പെറ്റും. സ്പെക്റ്റിന്റെ ഫുൾ ഫോം സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടൊമോഗ്രഫിയും മറ്റേത് പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫിയുമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് മെഡിക്കൽ ടെസ്റ്റുകളാണ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആണ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കടത്തിവിടുമ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകൾ അത് നമ്മളുടെ IV പ്ലേസ് ചെയ്തിട്ട് IV കൂടി ഇൻജെക്ട് ചെയ്ത് ആണ് ഇവരിത് മനസ്സിലാക്കുന്നത്. അത് അതിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അവർ ചെയ്തോളും. ഇതിലൂടെയാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് അവർ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇവര് രോഗം ട്രാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചില ഡിസീസസിന്റെ പേരുകൾ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഓൾസോ സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. മെയിൻലി ക്യാൻസറുകളും ഹാർട്ട് പ്രോബ്ലംസും ഒക്കെ ട്രാക്ക് ചെയ്യാനാണ്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ, എൻഡോക്രൈൻ സിസ്റ്റം അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതൊക്കെ ഇത് വെച്ച് ട്രാക്ക് ചെയ്തവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അകത്തേക്ക് കഴിക്കുന്ന മെഡിസിൻ അല്ല, നമ്മളുടെ രോഗത്തിനെ മനസ്സിലാക്കാനും ഡയഗ്നോസിസ് ചെയ്ത് എവിടേക്കാണ് രോഗം എന്നൊക്കെ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇമേജിംഗ് മെഡിക്കൽ ടെസ്റ്റുകളാണ് എന്നുള്ളത് കാര്യം ഓർക്കുക. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് റേഡിയോ ഐസോട്ടോപ്സ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഇവര് ഉപയോഗിക്കുന്നത്. ആൻഡ് ന്യൂ, അതായത് ഏറ്റവും മോഡസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സ്പെക്റ്റും പെറ്റുമാണ്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടൊമോഗ്രഫിയും പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫിയുമാണ് ആ ടു മൊഡാലിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിൽ പെട്ട ട്രാക്കിംഗ് രീതി. ക്ലിയർ ആണോ? എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓങ്കോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഓങ്കോളജി? all kinds of cancers and also provides chemotherapy, radiotherapy, cancerous tumors are treated and also blood disorders. നമ്മുടെ ശരീരത്തിൽ കാണുന്ന പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ള ക്യാൻസേഴ്സ്,
പലതും ഇന്നിപ്പോ ക്യാൻസർ ഒക്കെ ഭയങ്കര ഒരു കോമൺ, ക്യാൻസർ അതുപോലെ ഹാർട്ട് അറ്റാക്സ് ഒക്കെ ഒത്തിരി കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലായിടത്തും എവിടെയൊക്കെ നോക്കിയാലും ഒന്നില്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. അപ്പൊ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റേഡിയോ തെറാപ്പി റേഡിയോസോട്ടോപ്സ് ഒക്കെ വെച്ചിട്ടും അവർ റേഡിയോ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ക്യാൻസറസ് ട്യൂമേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ക്യാൻസർ ആണോ അല്ലയോ, ക്യാൻസറസ് ട്യൂമേഴ്സ് എന്താ ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ല കേട്ടോ, ട്യൂമർ എന്ന് പറഞ്ഞ മുഴയാണ്. അത് ക്യാൻസറസ് ആകാം എന്ന് വെച്ചാൽ ചില മുഴകൾ മാത്രമേ ക്യാൻസർ ആകുന്നുള്ളൂ. ഓൾ ഈ ട്യൂമേഴ്സും എന്തല്ല ക്യാൻസേഴ്സ് അല്ല. അപ്പൊ അതൊക്കെ നോക്കി അത് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ അത് ടെസ്റ്റിങ്ങിനൊക്കെ അയച്ചു ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ കൺക്ലൂഡ് ദാറ്റ് വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, അത് വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട്, നമ്മുടെ ശരീരത്തിന് ഹാനികരമായ മുഴയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്താലാണ്. അതുകൊണ്ടാണ് ചില ആളുകളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വേദനയില്ലാതെ കുറെ നാളുകൾ ഒരു മുഴയൊക്കെ ഉണ്ട്, പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് അതിന് വേദന പതുക്കെ അനുഭവപ്പെടുന്നു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. ചിലപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നുണ്ടാവും, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായില്ല. വേദനകൾ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും നമ്മളെ ശ്രദ്ധിച്ചേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ അത് മുഴയാണ്, അത് നമുക്കൊന്ന് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും ഡോക്ടേഴ്സ് അല്ലെ. അപ്പൊ അത് ടെസ്റ്റിന് അയക്കും. അത് ടെസ്റ്റിന് അയക്കുമ്പോൾ എല്ലാം തന്നെ ക്യാൻസർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ മാറ്റി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഭേദമാക്കാൻ പറ്റുന്നതൊക്കെ ഭേദമാക്കാം. ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസേഴ്സും ഒക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ചില മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കാം മിക്കവാറും. എവിടെയെങ്കിലും ഒരു ചെറിയ വേദന വരുമ്പോൾ നമ്മൾ കാണിച്ചു, അപ്പൊ എന്താ പറയാ അത് അന്നേരം മരുന്ന് തന്നു, പിന്നെ വീണ്ടും വന്നു, അത് തന്നെ അതേ വേദനകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കാണിക്കും. അപ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മളുടെ കയ്യിലുള്ള മരുന്നുകൾ നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തന്നെ, പക്ഷെ അതിൽ ഭേദമാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇന്ന ആൾക്ക് റെഫർ ചെയ്യും. ചിലപ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കാണിക്കാൻ പറയും, അല്ലെങ്കിൽ ന്യൂറോനെ കാണിക്കാൻ പറയും, അങ്ങനെ പല ആളുകളേക്ക് സജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫറൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസും ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. ആൻഡ് ഇവര് സാധാരണ ട്യൂമേഴ്സ് റിമൂവ് ചെയ്യും. ക്യാൻസറസ് ട്യൂമേഴ്സ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ടേക്സ് മെഷേഴ്സ് ടു പ്രിവെന്റ്, ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും ഇവര് ഫോളോ ചെയ്യും ഡോക്ടേഴ്സ്. ആൻഡ് ഫോർ വെരിഫിക്കേഷൻ, ഈ ഒരു ട്യൂമേഴ്സ് ഒക്കെ വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് എന്ന് മനസ്സിലാക്കാൻ, ഇത് ഉപദ്രവകാരിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുന്നതിന്റെ ടെസ്റ്റിന് എന്താണ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. എന്താണ് ക്യാൻസറിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റിന്റെ പേര്? അത് പറയില്ല, ബയോപ്സി ആണ്. ഓക്കെ, ബയോപ്സി ആണ്. വെരി ഗുഡ്. അപ്പൊ ബയോപ്സിക്ക് അയക്കുന്നു. ആൻഡ് ഫ്രം ദ റിസൾട്ട് ഓഫ് ബയോപ്സിയുടെ ആ റിസൾട്ട് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് കൺക്ലൂഡ് വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, ആ ട്യൂമർ ക്യാൻസർ ആണോ അല്ലയോ എന്നവർ കൺഫേം ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ്. അല്ലാതെ ഒരു മുഴ കണ്ടു അത് അപ്പൊ തന്നെ ക്യാൻസർ ആണെന്ന് അവർ പറയുന്നില്ല. നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടാണ് അതിന്റെ റിസൾട്ട് വന്നിട്ടാണ് അറിയാം. ഓക്കെ. ആൻഡ് ഫീൽഡ് ഓഫ് ഓങ്കോളജി, നമ്മുടെ ഓങ്കോളജിയുടെ ഫീൽഡ് പ്രധാനമായിട്ടും നമ്മൾ ഗൈനക്കോളജിയിലൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രത്യേകം സ്പെഷ്യൽ ഏരിയാസ് കൂടി കവർ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഓങ്കോളജി ഏരിയാസ് ആണ് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് വീണ്ടും മേജർ ആയിട്ട് ഇത് കവർ ചെയ്യുന്നത്. അതായത് അവർ കൊടുക്കുന്ന ഓരോ പ്രത്യേക ട്രീറ്റ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഈ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുള്ള എന്താ പറയാ ക്യാൻസർ ആണ്, ആ രീതിയിൽ നോക്കി എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ ബേസിസിലാണ് ഈ 3 ക്ലാസിഫിക്കേഷൻസ് വന്നേക്കുന്നത്. നോക്കിയാൽ നമുക്കറിയാലോ, ഈ ക്യാൻസർ ഒറ്റയടിക്ക് അങ്ങോട്ട് വന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയല്ല ചെയ്യുക അല്ലെ. അതിന്റെ പീക്ക് ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് ഒറ്റയടിക്കല്ല, പതിയാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, ചിലർ പറയുന്ന കേട്ടില്ലേ അത് ലാസ്റ്റ് സ്റ്റേജ് എത്തി. സോ നത്തിങ് ക്യാൻ ബി ഡൺ, ഒന്നും ചെയ്യാനില്ല. മരുന്നുകളൊക്കെ ഓൾറെഡി കൊടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ദാറ്റ് മീൻസ് അത് എന്താ പറയാ അത് മൊത്തം ശരീരത്തിലേക്കൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ദൈവത്തിന്റെ കയ്യിലാണ് ബാക്കിയൊക്കെ. ഓക്കെ, മരുന്നുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും പിന്നെ ഈ പറയുന്ന പോലെ റേഡിയേഷൻ തെറാപ്പീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാന്ന് മാത്രം. അതിനകത്ത്
വേണമെങ്കിൽ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ, ബേസിക് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കപ്പെടാൻ സാധിച്ചാൽ അത് ഒരുപാട് നല്ല കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. അങ്ങനെയൊക്കെ മാറ്റിയെടുത്ത് ഒത്തിരി ആളുകൾ ഒത്തിരി വർഷം പിന്നെയും ജീവിച്ചിട്ടുണ്ട് ഇല്ലേ, ഫസ്റ്റ് സ്റ്റേജിലൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്തവർക്ക്. അപ്പൊ അതുകൊണ്ട് ആ ബേസിസിലാണ് എങ്ങനെയുള്ള ക്യാൻസർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നോസിസ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ 3 ഏരിയാസ് ആണ് ഓങ്കോളജി കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. And what is medical oncology? Here the treatment of cancer is done through medicine or also providing chemotherapy. നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഓങ്കോളജിയിലെ മെഡിസിൻസിലൂടെ, അതായത് മെഡിസിൻ മാത്രം കൊടുത്ത് ആ ക്യാൻസറിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ. ഇടയ്ക്ക് എന്താ പറയാ, അതിനകത്ത് കീമോതെറാപ്പി കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ആ കീമോതെറാപ്പി മാത്രം അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രം, ഇത് രണ്ടും മാത്രം പ്രൊവൈഡ് ചെയ്ത് ക്യാൻസേഴ്സ് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അതിന്റെ അടുത്തതുകൾ കൂടി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്തായാലും ക്ലിയർ ആകും. സർജിക്കൽ ഓങ്കോളജി, ഇതിനകത്ത് എന്താ നടക്കുന്നത്, സർജിക്കൽ ആസ്പെക്ട് കൂടി നടക്കും. ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡിങ് ബയോപ്സി, അതായത് തുറന്ന് നോക്കി അതിനകത്തുനിന്ന് മുഴ എന്താണോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് എന്താണോ എവിടെയാണോ കണ്ടേക്കണേ അത് എടുത്തിട്ട് ടെസ്റ്റിന് അയക്കേണ്ടി വരും. അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ അത് ടെസ്റ്റിന് അയച്ച് എടുക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സർജറി ചെയ്തെടുക്കണമല്ലോ. മാത്രമല്ല സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, ഇത്തരം ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചും ബ്രേക്ക് ചെയ്തും എന്താ പറയാ റിസെക്ട് ഒക്കെ ചെയ്ത് കളയുന്നത്, അതായത് ഹാംലെസ് ആയിട്ടുള്ള, ഇത് നമ്മുടെ ആ മുഴ അതങ്ങനെ വെറുതെ ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിന് വലിയ ദോഷമൊന്നുമില്ല, അത് ക്യാൻസർ ഒന്നും അല്ല. എങ്കിൽ അത് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് റിസെക്ട് ചെയ്ത് കളയുക, സർജറിയിലൂടെ എടുത്തു കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് സർജിക്കൽ ആസ്പെക്ട് ആണ് ഇതിനകത്ത് കൂടുതലും ഉൾപ്പെടുന്നത്. രണ്ടാമത്തേല്, ആദ്യത്തേല് സർജറി ഇല്ല, ഓൺലി മെഡിസിൻസ് ആൻഡ് കീമോതെറാപ്പി, അത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഓങ്കോളജിയാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സർജിക്കൽ ഓങ്കോളജിയില് സർജിക്കൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് ബയോപ്സി ആൻഡ് ഓൾസോ സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മൂന്നാമത്തേത് എന്താ, റേഡിയേഷൻ ഓങ്കോളജിയാണ്. ഇവിടെ റേഡിയേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് കെയർഫുള്ളി ദേ ആർ ടാർഗറ്റഡ് ഓൺ ദ ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ദ ക്യാൻസർ സെൽസ്. നമ്മുടെ ക്യാൻസറിന്റെ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന, കില്ല് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഹൈ എനർജി റേഡിയേഷൻ തെറാപ്പീസ് ആണ് റേഡിയേഷൻ ഓങ്കോളജിയിൽ ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ കുറെയൊക്കെ വ്യാപിച്ചു കഴിയുമ്പോഴേ ആ ക്യാൻസർ സെൽസ് എവിടം വരെ എത്തിയിട്ടുണ്ടോ അവിടെ വരെയൊക്കെ കരിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹൈ ആക്സിലറേറ്റഡ് പവർ ഉള്ള റേഡിയേഷൻ എനർജിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളത്. ഓക്കെ, അതന്നെ കീമോതെറാപ്പീസ് ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഏരിയ ആണ് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമുക്കത് ഡയഗ്നോസിസ് ചെയ്യാൻ സാധിച്ചാൽ അപ്പൊ നമ്മളത് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വേദനകളും മറ്റുമൊക്കെ, ഇപ്പൊ കുറെ ഭയങ്കര തലവേദനകളൊക്കെ ചിലർക്ക് ഉണ്ടാകും. അതിന് വെറുതെ കുറെ മരുന്നുകളൊക്കെ വാങ്ങി അല്ലെങ്കിൽ എടുത്ത് കഴിക്കും സ്വന്തമായിട്ട്. നമ്മുടെ ഡോക്ടറൊക്കെ ആയിട്ട് പല രോഗങ്ങൾക്കും നമ്മൾ സ്വയം ഡോക്ടർ ആകുമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺസൾട്ട് ചെയ്യാം, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തുമ്പയ്ക്ക് എടുക്കുന്നത് മുള്ളുകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റും അല്ലെ? അങ്ങനെയല്ലേ കാരണന്മാര് പറയാം, തുമ്പയ്ക്ക് എടുക്കുന്നത് വരെ നോക്കി നിൽക്കരുത്, അത് മുള്ളുകൊണ്ട് എടുക്കുന്നത് ആകുന്ന സമയത്ത് തന്നെ അത് ഒക്കെ എടുക്കാം. അപ്പൊ ഇത്തരം രോഗങ്ങളൊക്കെ ചെറിയ ബിഗിനിങ് സ്റ്റേജിൽ നമുക്കതൊക്കെ ക്യൂർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നല്ലതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് പക്ഷെ എല്ലായ്പ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ അതിന്റെ കുറെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തുമ്പയ്ക്ക് കൂടി എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻസിലേക്ക് വരുമ്പോഴായിരിക്കും, അതായത് സർവമായിട്ട് അത് മൊത്തം നമ്മുടെ ബോഡിയെ ബാധിച്ചിട്ടുണ്ടാകും, ഇന്റേണൽ ഓർഗൻസിലേക്കൊക്കെ പടർന്നിട്ടുണ്ടാകാം. ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് മനസ്സിലാക്കി വരിക. സോ ദാറ്റ് അവർക്ക് യാതൊന്നും ചിലപ്പോ ചെയ്യാനായിട്ട് ഇത്തരം തെറാപ്പീസ് കൊടുക്കുക, അത് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് എന്താ പറയാ ഇൻജേർഡ് ആണ് അത്തരം റേഡിയേഷൻസ് കുറെ ഇങ്ങനെ കൊടുക്കുന്നത് ശരീരത്തിലേക്ക്. പക്ഷെ അത് ഒരു പരിധിവരെ നമ്മൾ അത് മാറും എന്ന് വിചാരിച്ചത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കുറച്ച് അത്രയും അധികം നമുക്ക് ആ ബിഗിനിങ് സ്റ്റേജിൽ നമുക്കത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ അത്ര എളുപ്പമല്ല ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓങ്കോളജിയുടെ ഡിഫറെന്റ് ഏരിയാസ്. 3 മേജർ ഏരിയാസ് ഉണ്ട്: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ അല്ലേ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ,
Then next one, അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഏതാ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഒഫ്താൽമോളജി ആണ് അല്ലെ. ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ഒഫ്താൽമോളജി? എന്തിനുമായിട്ട് ബന്ധപ്പെട്ടത് ഒഫ്താൽമോളജി? യെസ്, ഐ ഡിസോർഡേഴ്സ് ആണ്. ഐ ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഒഫ്താൽമോളജി. സോ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഒരുപാട് ഈ ഐ പ്രോബ്ലംസ് ഉണ്ട്, എന്താ പറയാ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസോർഡേഴ്സ് ഓഫ് ഐ പ്രോബ്ലംസ് ഇൻ ബോത്ത് അഡൽട്സ് ആൻഡ് ഓൾസോ ചിൽഡ്രൻ. അതായത് പ്രായപൂർത്തിയായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഐ പ്രോബ്ലംസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ആൻഡ് ദ സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ഒഫ്താൽമോളജി. എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നാമത്തേത് ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക്ക്, അതായത് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താ പറയാ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐ ഡിപ്പാർട്ട്മെന്റ്, ക്ലിനിക്കൽ ആയിട്ടുള്ള തരത്തില് അപ്പോയിന്റ്മെന്റ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ പോയിട്ട് കാണുന്നത് സാധാരണ ഉണ്ടാകുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ. പിന്നെന്താ, ലേസർ ട്രീറ്റ്മെന്റ്സ് ഇതിനകത്ത് പെടും. അതായത് പെട്ടെന്നൊക്കെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണട മാറ്റി എന്താ പറയാ ഫ്രീ ആയിട്ട് പോകാം അല്ലെ, വിത്തൗട്ട് യൂസിങ് നമ്മുടെ സ്പെക്ടക്കിൾസ് നമുക്ക് സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാറില്ലേ? ഹലോ ഹലോ, കേൾക്കാമോ? പെട്ടെന്നുണ്ടോ ഓഫായി പോയത്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഈ ലേസർ ട്രീറ്റ്മെന്റ് വഴിയൊക്കെ 1 അവർ കൊണ്ട് നമുക്ക് കണ്ണടയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സഞ്ചരിക്കാം അല്ലെ. അങ്ങനത്തെ പരസ്യങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെയാണ്. അതായത് ലേസർ ഒക്കെ കണ്ണിലേക്കൊക്കെ പാസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്. അതായത് കണ്ണിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ്സ് വഴി നമുക്ക് ഭേദമാക്കാം. പിന്നെ എന്താണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്? നേത്ര സംരക്ഷണ വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അതായത് ഈ കണ്ണിന്റെ പല ഡിഫക്റ്റുകൾ, അബ്നോർമാലിറ്റീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ്, എക്സ്പേർട്സ്, അവരെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. ഓക്കെ, അതായത് നമ്മളുടെ ഏറ്റവും കൂടുതൽ കണ്ണിന്റെ അബ്നോർമാലിറ്റീസ്, ഡിസോർഡേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന, സാധാരണ ഉണ്ടാകുന്ന കണ്ണിന്റെ ചൊറിച്ചിലും മാതിരി അതൊന്നുമല്ല, അല്ലാതെ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സൈറ്റ്, കാഴ്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് അതിനെ കുറിച്ച് മാത്രം പഠിക്കുന്നത്. ആ ഒരു വിഭാഗം ഉണ്ട്. പിന്നെന്താ, ഓർത്തോബിസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ പ്രൊഫഷണൽ, അതും ഒരു എക്സ്പേർട്ട് തന്നെയാണ്, പ്രൊഫഷണൽസ് തന്നെയാണ്, ട്രീറ്റിംഗ് ദ ഡിഫക്ട്സ് ഓഫ് ഐ. ആൻഡ് മോസ്റ്റ് കോമൺലി ദേ ആർ കോൺസെൻട്രേറ്റഡ് ഓൺ ബൈനോക്കുലർ വിഷൻ. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തവരാണ് ഓർത്തോബിസ് എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്സ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഐ, കോൺസെൻട്രേറ്റിംഗ് മോസ്റ്റ് പ്രോബബ്ലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ബൈനോക്കുലർ വിഷൻ ആണ്. എന്താണ് ഈ ബൈനോക്കുലർ വിഷൻ? അതായത് ടു കീപ് അവർ സൈറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ദാറ്റ് മീൻസ് ടു വർക്ക് അവർ ഐ ബോത്ത് ടുഗദർ. നമ്മളുടെ കണ്ണ് രണ്ട് ഒരേ രീതിയിൽ പ്രവർത്തിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടായിട്ടൊക്കെ കാണും ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡബിൾ വിഷൻ എനിക്ക് രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അത് ചില ആളുകളുടെ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അത്തരം പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മള് ചില സമയത്തല്ല, ചിലപ്പോ നമുക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരിഞ്ഞിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോ അങ്ങനെ ഡബിൾ പോലെയൊക്കെ തോന്നും. അതല്ലാതെ ഓൾവേസ് നമ്മൾ സാധാരണ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ രണ്ടായിട്ടൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ എക്സ്പേർട്സ് ആണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നും എറൈസ് ചെയ്തതാണ്. അതിന്റെ മീനിങ് ഇതാണ്. ഗ്രീക്ക് വേർഡിന്റെ സ്ട്രെയിറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ റിലേറ്റിംഗ് ടു സൈറ്റ് എന്ന് പറയുന്ന രണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ്. അതിൽ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് അത് റിലേറ്റിംഗ് ടു സ്ട്രെയിറ്റ്, അതായത് നമ്മളുടെ നേരെ എന്നുള്ള ആ വേർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട്. അതായത് നേരെ നമ്മൾ കാണുക ഒരു വസ്തുവിനെ, അതാണ് ബൈനോക്കുലർ വിഷൻ. ഒറ്റ അടിക്ക് നമ്മൾ നേരെ നോക്കുക. നമ്മളിപ്പോ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യത്തെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു ഒറ്റ ഇമേജ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക, ഒരു ഇമേജ് ആയിട്ട്, രണ്ടായിട്ടൊക്കെ തോന്നാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ട് പഠിച്ച് അതിനെ കുറിച്ചൊക്കെ വിശദ പഠനങ്ങളൊക്കെ നടത്തി അതിൽ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. അതും ഇവർ നൽകുന്ന സേവനമാണ്.
നെക്സ്റ്റ് വൺ ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. അതായത് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ആണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് കണ്ടീഷൻസ് ഒക്കെ പല ഏതെങ്കിലുമൊക്കെ എക്യുപ്മെന്റുകളുടെ ഒക്കെ സഹായത്തോടെ എന്താ പറയാ അവര് അതിനെ സൈറ്റ് ഒക്കെ കണ്ണിന്റെ കാഴ്ചകളും കണ്ണിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഡയഗ്നോസിസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കണ്ണുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ച് അതാണ് യൂസ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് എ ഡീറ്റെയിൽ ഇമേജ്. നമ്മളുടെ കാഴ്ചയെ നമ്മൾ ഓരോ വസ്തുവിനെയോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ എക്യുപ്മെന്റ് ഉപയോഗിച്ച് നമ്മളുടെ കാഴ്ചയെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ കാണുന്ന കാഴ്ചകളിൽ വേറെ രീതിയിലല്ലാതെ ചിലർക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് അകലത്തിലോ അടുത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചില വസ്തുക്കളിൽ നിന്ന് നേരായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ എക്യുപ്മെന്റുകൾ കണ്ണട വെച്ച് കൊടുക്കുന്നു, ലെൻസ് വെച്ച് കൊടുക്കുന്നു, മറ്റേതെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ ഓപ്പറേഷൻസിലൂടെയൊക്കെ നടത്തി കൊടുക്കുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതും ഈ പറയുന്ന ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്ന സർവീസിലൂടെയാണ് ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ദീസ് ആർ ദ സർവീസസ് ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ്. ജനറൽ ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതന്നെ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഒപ്റ്റോമെട്രി ഉണ്ട്, ഓർത്തോബിസ് ഉണ്ട്, ഒഫ്താൽമിക് ഇമേജിംഗ് ഉണ്ട്. കണ്ണിന് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, കാറ്ററാക്ട് അല്ലെ, തിമിരൊക്കെ ഇതൊക്കെ വരില്ലേ. അപ്പൊ അതൊക്കെ ഓപ്പറേഷൻസിലൂടെ ഒക്കെ മാറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പിന്നെ തന്നെയല്ല ചില ആളുകൾക്ക് ചില എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലത് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ ചില എക്യുപ്മെന്റുകളൊക്കെ അവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അവരുടെ സൈറ്റിനെ പ്രോപ്പർ ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമിക് ഇമേജിംഗിൽ കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നും വാട്ട് ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് എന്നും അറിഞ്ഞിരിക്കണം. കൂട്ടത്തിൽ എന്താണ് ആ ഒരു ഓർത്തോബിസ് എന്ന് പറയുന്ന ആ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഗ്രീക്ക് വേർഡുകൾ രണ്ടെണ്ണത്തിൽ നിന്നാണ് അതിന്റെ മീനിങ് എടുത്തേക്കണേ. ഒന്ന് നമ്മുടെ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ്, ഓർത്തോസ് ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് കേട്ടാ, ഒരു നേരെയുള്ളത് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന വേർഡ് അതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത്, അതിന്റെ ഗ്രീക്ക് വേർഡ്സിന്റെ മീനിങ്ങും അറിഞ്ഞിരിക്കണം എന്ന് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിരിക്കണം. ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്, ഏതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് ഓർത്തോപിസ് എന്ന് പറയുന്ന വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണ് എന്നാണ്. ക്ലിയർ ആണോ? യെസ്. Then next department ആണ് orthopedics department ആണ്. Next one, as the word indicates, we know that it is the treatment which is provided to our musculoskeletal system. അല്ലെ, നമ്മുടെ musculoskeletal സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതന്നെ അസ്ഥി, സന്ധി, സന്ധി അതെ, മസ്കുലോസ്കെലിറ്റൻ മീൻസ് മസിൽസും നമ്മളുടെ സ്കെലിറ്റൻ ദാറ്റ് മീൻസ് എന്താ നമ്മുടെ എന്താ പറയാ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഈ മാംസവും രക്തവും അതുപോലെ വെയിൻസും ഒന്നും ഇല്ലെങ്കിലും എന്തായിരിക്കും, ഒരു സ്കെലിറ്റൺ ആണ് അല്ലെ. അപ്പൊ അതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. ദാറ്റ്സ് ഓൾ. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ തരത്തിലുള്ള ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, മസിൽസിന്റെ പ്രശ്നങ്ങള്, അതുപോലെ ജോയിന്റ്, എല്ലുകള്, ബോൺസ്, ഇതിനൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്. ബോൺസ് എന്നാണ്, അത് ബോണസ് എന്നാണ്. അവിടെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തിയേക്കാം, BONES എന്നാണ് കേട്ടാ. ബോണസ് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ബോണസ് അല്ല, ഇവിടെ ബോൺസ് ആണ്. ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ടെൻഡൻ, ലിഗ്മെന്റ്. ടെൻഡൻസ് ചലനം, ഞരമ്പൊക്കെ ഇല്ലേ, ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ബാക്കിൽ ഒരു കാലിന് തൊട്ട് മുകളിലായിട്ട് ചലനം ഞരമ്പുണ്ട്. ലിഗ്മെന്റ് ഉണ്ട്, മുട്ടിന്റെ അവിടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ലിഗ്മെന്റ്. ലിഗ്മെന്റ് പ്രോബ്ലം എന്ന് കേട്ടില്ലേ, ലിഗ്മെന്റ് പ്രശ്നമാണെന്ന് പറയാൻ ലിഗ്മെന്റ് പ്രോബ്ലം ആണെന്ന് പറയില്ലേ, ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. യൂഷ്വലി ഇത് ഈ ലിഗ്മെന്റ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് ഈ സ്പോർട്സ്മാൻമാരൊക്കെ ആയിരിക്കും കൂടുതലും. ഒത്തിരി അങ്ങനത്തെ കായികമായിട്ട് കളിക്കുന്നവരില്ലേ, അവർക്കാണ് ലിഗ്മെന്റ് പ്രോബ്ലം കൂടുതൽ കാണുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല, ഏറ്റവും കൂടുതൽ അവരാണ് അങ്ങനത്തെ ഫേസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്ത് അവരുടെ കാലുകളെ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ മുട്ടിന്റെ ഒക്കെ അവിടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, ഈ മുട്ടിന്റെ ജോയിന്റിന്റെ അവിടെ അപ്പുറപ്പുറമൊക്കെ കാണുന്ന ഒരു സാധനം ലിഗ്മെന്റ്. പിന്നെ റീപ്ലേസിങ് ബോൺസ്, നമ്മുടെ എല്ലുകൾ അസ്ഥി മാറ്റി വെക്കുന്നത്. ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഈ ഇടുപ്പിന്റെ അവിടെയൊക്കെ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്,
മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കുന്നത്, ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുക. അപ്പൊ ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ്സ്, റീപ്ലേസിംഗ് ബോൺസ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഇതൊക്കെ ഇവിടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓൾസോ ഇനി മാത്രമല്ല ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇവിടെ ഈ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഫ്രാക്ചേഴ്സും അതുപോലെ ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ് ഒക്കെ ആയിട്ട് വരുന്നവരെയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മുടെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പെട്ടെന്നൊക്കെ റോഡിലൊക്കെ വല്ല ആക്സിഡന്റ് വന്നു, കൊച്ചുകുട്ടികളൊക്കെ പരത്തേയിൽ അവരുടെയൊക്കെ പടച്ചേറി വീണു, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, അല്ലെ, ഇഷ്ടംപോലെ കാണാറില്ലേ, അവരെയും ട്രീറ്റ് ചെയ്യും. അല്ലാതെ ഇവിടെ എന്താ പറയാ ഇങ്ങനെ മസിൽസിനും എല്ലുകൾക്ക് വേദനയുമായിട്ട് വരുന്നവരെ മാത്രമല്ല. അപ്പൊ ഇത്തരം ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോ ഫ്രാക്ചേഴ്സ്, ഒടിച്ചില്, എന്താ പറയാ അങ്ങനെയൊക്കെ വരും. പിന്നെ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഒക്കെ ചില ആളുകളുടെ, ഇതൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ ഒരു ജോയിന്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഓരോ വിരലുകളുടെ അവിടെയൊക്കെ ജോയിന്റുകളുണ്ട്, ഇവിടെ ഉണ്ട് കുഴ, അല്ലെ, കുഴ തെറ്റുക എന്ന് കേട്ടില്ലേ, അതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതൊക്കെ ചിലപ്പോഴൊക്കെ തെറ്റും, ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ ഊരിപ്പോരും. അപ്പൊ ഈ സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ പെട്ടെന്ന് തെറ്റിപ്പോകും. അതായത് വലിയ കാര്യമൊന്നും ചെയ്യണ്ട, ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു ഭാരം പോലത്തൊക്കെ ക്രമം തെറ്റും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഭാരപ്പെട്ടതൊക്കെ എടുക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴ കിട്ടും. ചില കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ എന്താ പറയാ ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പിടിച്ച് പൊക്കുമല്ല, ചെറിയ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ സഹിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പൊക്കും. അപ്പൊ ഈ കയ്യിലൊക്കെ പിടിച്ച് ചിലവരിങ്ങനെ കൈയുടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് പൊക്കും. അപ്പൊ ഇവിടുത്തെ കുഴ പെട്ടെന്ന് അത് വിട്ടുപോകും. അത് ചെറുതിലെ ചില കുട്ടികളിലുള്ളതാ. അത് പക്ഷെ ഏജ് ആവുമ്പോ അത് ക്ലിയർ ആയിക്കോളും. അത് എല്ലിന്റെ അങ്ങനത്തെ ഡിസ്ലൊക്കേഷൻസ് അത് കുട്ടികളിൽ വരുന്നത്. കുറെ വലുതായ ആളുകൾക്കും ചിലപ്പോഴേക്കും ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് വരും. അപ്പൊ അതൊക്കെ പിടിച്ചിട്ടാ മതി, ജസ്റ്റ് ഒന്ന് പിടിച്ചിടാനേ ഉള്ളൂ. പെയിൻഫുൾ ആണ് കുറച്ച് നേരത്തേക്ക്, പക്ഷെ എങ്കിലും അത് പിടിച്ചിട്ട് കഴിയുമ്പോൾ ഓക്കെ, ആസ് യൂഷ്വൽ അത് കറക്റ്റ് ആയി മാറും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് എഫക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ്, ബോൺ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുക. ഔട്ട് പേഷ്യന്റ് സർവീസസ് ഫോർ എന്താ പറയാ ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ് ആർ ഓൾസോ ട്രീറ്റഡ് അണ്ടർ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? ഓർത്തോപെഡിക്സ് മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ഓർ ആൻഡ് നിയോനാറ്റോളജി. പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. ഓക്കെ, ചിൽഡ്രൻസ് അല്ലെ, ചൈൽഡ്, ഇൻഫൻസ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്, വിച്ച് പ്രൊവൈഡ്സ് ഇൻപേഷ്യന്റ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് കെയർ ഫോർ സിക്ക് ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. അസുഖമുള്ള ഡിസീസ്, അതായത് രോഗങ്ങളൊക്കെ ബാധിച്ച, ഇൽനസ് ഒക്കെ ബാധിച്ച കുട്ടികൾക്കും അതുപോലെ ശിശുക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ശിശുക്കളാണ് ഇൻഫൻസ് എന്ന് പറയുന്നത്. 2 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾ, അതിലഭവായിട്ടുള്ളവരെ ചിൽഡ്രൻ എന്ന് വിളിക്കും. അതാണ് അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിയോനാറ്റോളജി. ഇറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ഓർ മെഡിക്കൽ കെയർ ടു newborn children, especially to the children who are ill or prematured newborn infant. അതായത് പ്രിമച്യൂർ ബേബീസ് കേട്ടില്ലേ, അതായത് ജന്മനാ തന്നെ അസുഖമായിട്ട് ജനിക്കുന്ന കുട്ടികള്, അതുപോലെ തന്നെ പ്രിമച്യൂർ ആയിട്ടുള്ള ബേബികള്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് എന്ന് പറയാം നമുക്ക് നിയോനാറ്റോളജി. അപ്പൊ അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? പീഡിയാട്രിക്സും നിയോനാറ്റോളജി ഒന്നാണോ? ഈസ് ഇറ്റ് സെയിം ആണോ? അല്ല. അതെ, നമുക്കറിയാം പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ജനിച്ചപ്പോ തുടങ്ങി പലതരത്തിലുള്ള രോഗം വരുമല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ജലദോഷം, ഒരു തുമ്മല്, അല്ലെ, കൊച്ചുങ്ങൾ കുറച്ച് തുമ്മി കഴിയുമ്പോൾ അതുങ്ങളുടെ മൂക്കൊക്കെ അടയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്. ഈ കൊച്ചുങ്ങളായതുകൊണ്ട് അതുങ്ങൾക്ക് എന്താ പറയാനും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെറുത് കാണുമ്പോൾ തന്നെ എടുത്തിട്ട് ഓടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് സാധാരണ കോമൺ, ജനിച്ചു കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ളവരെ കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. അതേസമയം നിയോനാറ്റോളജി എന്ന് പറയുന്നത് ന്യൂബോൺ ബേബീസിന് ജന്മനാ തന്നെ ഇൽനെസ് ഉള്ളത്, കുട്ടികൾക്ക് ജനിച്ചപ്പോഴേ തുടങ്ങി വയ്യായ്കകളുണ്ട്. പ്രിമച്യൂർ ബേബീസ് ഉണ്ട്. ഇപ്പൊ 6 മാസത്തിലും 7 മാസത്തിലും വെച്ചാൽ
മാസം തികയുന്നതിന് മുമ്പ് എന്താ പറയാ ഡെലിവർ ചെയ്യേണ്ടി വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ അവിടെ നന്നായി സൂക്ഷിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഇത്തരം കുട്ടികൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് NICU നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ. ഇനി ബേബീസ്, ഈ പ്രിമച്യൂർ ആയിട്ടുള്ള ബേബീസ്, ലോ ബർത്ത് വെയിറ്റ്, അതായത് ജനിച്ചപ്പോ തന്നെ ഭയങ്കര തൂക്കക്കുറവുള്ള കുട്ടികൾ, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരുന്ന കുട്ടികൾ. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോ തന്നെ വളർച്ച കുറവുള്ള കുട്ടികൾ ഉണ്ടാകും. എന്നുവെച്ചാൽ അവർക്കറിയാം ഇപ്പൊ ഈ കുട്ടികളെ അമ്മയും കുട്ടിയും ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ പ്രസവത്തിന് ആകുന്നതിന് മുമ്പ് തുടങ്ങി, അതായത് ഏർലി സ്റ്റേജുകളിൽ നമ്മൾ ഓരോ മാസം ഡോക്ടറെ കാണാൻ പോകുമല്ലോ. അപ്പൊ അവര് നമ്മളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കുട്ടിയുടെ വെയിറ്റും അമ്മയുടെ വെയിറ്റും ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ പറയും കുട്ടിക്ക് എന്താ പറയാ ആ ഒരു പാകത്തിന്, അതായത് ആ ഡേയ്സിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് വന്നിട്ടില്ല, വളർച്ച കുറവുണ്ട്, അങ്ങനെയൊക്കെ നമ്മളോട് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയാ നിയോനറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയായിട്ട് ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അവരുടെ ഡേയ്സിനനുസരിച്ച്, ദിവസങ്ങൾക്കനുസരിച്ച്, മാസങ്ങൾക്കനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഗ്രോത്ത് റിട്ടാർഡേഷൻ. പിന്നെ ബർത്ത് ഡിഫക്ട്സ്, ജന്മന ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിയോനറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ക്യൂർ ചെയ്യുന്നത്. അത് വേണ്ടിയിട്ടുള്ള അതിന് സ്പെഷ്യലാണ്, സബ് സ്പെഷ്യാലിറ്റി ആണ് പീഡിയാട്രിക്സിന്റെ. ഇനി പീഡിയാട്രിക് സർജറീസും എന്താ പറയാ നടത്തുന്നുണ്ട് അപ് ടു ദ ഏജ് ഓഫ് 15 years. ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് 15 വയസ്സ് വരെയുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഏതെങ്കിലും സർജറീസ് ഒക്കെ ചിലപ്പോ വേണ്ടി വരും ചില കാര്യങ്ങൾക്ക്. അത്തരം സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി ഒരെണ്ണം പീഡിയാട്രിക്സ് എന്ന് പറയുന്നതിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സ്റ്റട്രിക്സോ, ഒബ്സ്റ്റട്രിക്സ് എങ്ങനെയാ വരിക? ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞേ? എന്താണ് ഒബ്സ്റ്റട്രിക്സിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞത് നമ്മള്? അതെങ്ങനെയാ നിയോനറ്റോളജിയിൽ എന്താ ഇപ്പൊ പറഞ്ഞത്? ആരാ ചോദിച്ച ആള്? നിയോനറ്റോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ചോദിച്ച ആളൊന്ന് പറയാമോ? ഹലോ, പറയോ? നിയോനറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? ആരാ ചോദിച്ചത്? ഞാൻ പേര് നോട്ടീസ് ചെയ്തില്ല പെട്ടെന്ന്. ഹലോ, അതെ, നജീഹ. അത് പറഞ്ഞേ, നിയോനറ്റോളജി എന്ന് പറഞ്ഞ എന്താ ഡിപ്പാർട്ട്മെന്റ് പറയേ. ജന്മനാല് ഉള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളെ ശുശ്രൂഷിക്കണ്. ജന്മനാ വൈകല്യങ്ങള് എന്ന് പറഞ്ഞാൽ വൈകല്യം മാത്രമാണോ ഉദ്ദേശിച്ചത്? രോഗങ്ങള് ഉണ്ടാകുന്ന കുട്ടികൾക്ക് പിന്നെ അത് മാത്രമാണോ നിയോനറ്റോളജി എന്ന് പറഞ്ഞാൽ? പ്രിമച്യൂർ ബേബി എന്ന് പറഞ്ഞില്ല ഞാൻ? പ്രിമച്യൂർ ബേബി എന്ന് പറഞ്ഞോ? അല്ല, ജന്മനാല് സുഖമില്ലാത്ത കുട്ടികള് നോക്കണ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അതന്നല്ലേ പറഞ്ഞത് ഒബ്സ്റ്റട്രിക്സില്? ഒബ്സ്റ്റട്രിക്സാ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്തത് നജിഹ? ഒബ്സ്റ്റട്രിക്സ് എന്നാണോ? സ്പെല്ലിംഗ് തെറ്റായിരുന്നു. ഒബ്സ്റ്റട്രിക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. ഒബ്സ്റ്റട്രിക്സിൽ നമ്മൾ എന്താ പറഞ്ഞേ? ബർത്ത് ചൈൽഡിലുള്ള കുട്ടികളെ പ്രശ്നങ്ങള് അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ നമ്മൾ പറഞ്ഞേ? ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഷിബിത എന്ന് പറഞ്ഞു കൊടുക്കാമോ? ഷിബിത ഉണ്ടാവിടെ? ഷിബിത, ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നൊന്ന് ആരെങ്കിലും പറയോ? വിളിക്കുന്ന ആൾക്കാരില്ല. ദാറ്റ് മീൻസ് ഞാൻ വിളിക്കുന്നില്ല. ആരാ അറിയാവുന്ന ഒരാളൊന്ന്? പ്രഗ്നന്റ് ആയ ലേഡീസ് കുഞ്ഞാകുന്നത് വരെയുള്ള ടൈമില് കാണിക്കുന്നതാണ് ഒബ്സ്റ്റട്രിക്സില്. യെസ്, അപ്പൊ മനസ്സിലായവരും ഉണ്ട് ഇവിടെ.
നജിഹ, ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ബിഗിനിങ് സ്റ്റേജിൽ തുടങ്ങി ഒരു അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടി മദർ ഫുഡിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ തുടങ്ങി ആ കുട്ടി ജനിച്ച് ഒരു 10-28 ദിവസം വരെ കുറെ ട്രീറ്റ്മെന്റുകൾ കിട്ടണ്ടേ. അപ്പൊ ജനിപ്പിക്കുന്നത് അവിടെ തുടങ്ങി. അതായത് എക്സ്ട്രാ നമ്മൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊക്കെ വീടുകളിലേക്ക് കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് പോകും. 2-3 ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടും. വീട്ടിലാണ് ബാക്കി ശുശ്രൂഷകളൊക്കെ കൊടുക്കുക. ഇവിടെ എല്ലാ ട്രീറ്റ്മെന്റും ഒരു അമ്മയാകുന്നത് മുതലുള്ളത് അമ്മയും കുഞ്ഞുമായിട്ട് വേർപെട്ട് ഒരു 10-15 ദിവസം വരെ അവര് അമ്മയ്ക്ക് കിട്ടേണ്ട പോസ്റ്റ് പാർട്ടം പീരീഡ്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞ വാക്ക്. അതായത് കുട്ടിയെ ഒരു 15 ദിവസം വരെ അല്ലെങ്കിൽ 28 അങ്ങനെയൊക്കെയാണ് കുളിപ്പിക്കുന്നതിനൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് കുട്ടിക്കൊക്കെ ചില അവരുടെ ആ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ ഒന്ന് റിഗെയിൻ ചെയ്തെടുക്കണം. അമ്മയുടെ ആ ശരീരത്തിന്റെ സ്ട്രക്ചർ ഒക്കെ കുറെ മാറിയിട്ടുണ്ടാവും. പ്രഗ്നൻസി ടൈമില് നമ്മുടെ ബോഡി സ്ട്രക്ചർ ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാകും. നമ്മൾ എങ്ങനെയൊക്കെ പണ്ടിരുന്നിരുന്ന വെളിഞ്ഞൊക്കെ നല്ല സുന്ദരികളായിട്ടിരുന്നില്ലേ? പക്ഷെ പ്രഗ്നൻസിയോടുകൂടി നമ്മളുടെ ബോഡി സ്ട്രക്ചറിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ റീഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റുകൾ അടക്കം ഒരു പാക്കേജ് പോലെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. അതൊന്നും കൂട്ടിക്കൊണ്ടില്ല. ഇവിടെ രോഗമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രീമച്യൂർ ബേബീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് എന്താ പറയാ അത്രയും മാസം കൂടി വയറിനകത്ത് കിടക്കണമായിരുന്നു. 6 മാസത്തിലൊക്കെ പ്രസവിക്കുന്ന കുട്ടികളുണ്ട്. ഒരു 3 മാസം മുന്നേ അവര് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം. അവരെ നന്നായി ട്രീറ്റ് ചെയ്യണം. പല തരത്തിലുള്ള ഔട്ട്സൈഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇവരിൽ വന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെ ഇൻക്യുബേറ്റ് ഒക്കെ ചെയ്ത് അവിടേക്ക് കിടത്തി കുറച്ച് നാളുകൾ അമ്മയെ കുഞ്ഞിനെ അമ്മ വേറെ സ്ഥലത്തായിരിക്കുമെങ്കിലും ഈ കുട്ടീനെ നിയോനറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ICU അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ രോഗങ്ങൾ ഉള്ള കുട്ടികളെയാണ്. മറ്റവർക്ക് രോഗമൊന്നുമില്ല, രോഗം വേണമെന്ന് നിർബന്ധമില്ല. അവിടെ രോഗമില്ല. നമുക്ക് ഒരു അമ്മ ഈ തുടങ്ങി നമ്മൾ ആശുപത്രി കയറി ഇറങ്ങുന്നവരല്ലേ അല്ലെ? തുടക്കം തുടങ്ങി ഫസ്റ്റ് മാസം തുടങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് കയറി ഇറങ്ങും. അല്ലാതെ ആണെന്ന് അറിഞ്ഞു എന്നാൽ പ്രസവത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. 9 മാസം കഴിഞ്ഞു പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയത്തേക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അല്ല, അതിന് തുടക്കം തുടങ്ങി നമ്മൾ പോകുന്നുണ്ട് എല്ലാ മാസവും. അടുത്തടുത്ത ആകാറാകുമ്പോഴേക്കും മാസത്തില് 2 times ഒക്കെ നമ്മൾ പോകും ഇല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഒബ്സ്റ്റട്രിക്സ്. ഇത് വയ്യാത്ത കുട്ടികൾക്ക് വയ്യ എങ്കിൽ മാത്രം. അതുപോലെ തന്നെ വയറിനകത്ത് ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഓരോ മാസം കഴിയുമ്പോൾ, ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ, ഓരോ മാസങ്ങൾ പിന്നീട് ആ കുട്ടിക്ക് അതിൻ്റെതായ വളർച്ച വേണം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇത്ര മാസം കഴിയുമ്പോൾ അത്രയും മാസത്തെ വളർച്ച കുട്ടിക്ക് വേണം. അതേസമയം ചില ആളുകളിൽ വയറിനിരിക്കുന്ന ഈ കുട്ടികൾക്ക് അത്രയും വളർച്ച ഉണ്ടാകില്ല, വളർച്ച കുറവ്. അകത്ത് കിടക്കുമ്പോൾ തന്നെ അവരത് മനസ്സിലാക്കുന്നു ഡോക്ടേഴ്സ്. അപ്പൊ അത് അവർ പറയും ഡോക്ടേഴ്സ് നമ്മളോട്, ആ കുട്ടിക്ക് അത്രയും എന്താ പറയാ സാധാരണ മാസത്തിന് അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല. സോ അതിന് പ്രത്യേകം ചില ചികിത്സകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ കൂട്ടിക്കൊടുക്കില്ല നിങ്ങള്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ സൈക്കിയാട്രി ആണ്. Next department is psychiatry, a branch of medicine that deals with the diagnosis, treatment, and prevention of our emotional, behavior, cognitive functions or cognitive disturbance. അതായത് മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്താ പറയാ ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ വികാരഭരിതമായിട്ടുള്ള മാറ്റങ്ങൾ. നമുക്ക് പല വികാരങ്ങളും ഉണ്ടല്ലോ. ചില വികാരങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കുമ്പോ ഇച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നും അല്ലെ? അത്തരം. പിന്നെ നമ്മുടെ പെരുമാറ്റത്തിലും എന്തെങ്കിലും ഇംബാലൻസ്, ഡിസ്റ്റർബൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷൻസും നമ്മൾ എങ്ങനെയാ സാധാരണ പെരുമാറുക, നോർമൽ സ്റ്റേജിൽ മനുഷ്യന്മാരെ എങ്ങനെ പെരുമാറുമെന്നും, എന്നാൽ ചില ആളുകൾ അത് ആ പെരുമാറ്റം ഒരു അബ്നോർമൽ രീതിയിലേക്ക് കാണിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് റിയാക്ഷൻ രീതികൾ സാധാരണയാണ് എങ്കിൽ എല്ലാവർക്കും കുഴപ്പമില്ല ആ രീതിയിൽ തന്നെ. അതേസമയം ഏതെങ്കിലും ഒരാൾ അത് അസാധാരണമായിട്ട് അബ്നോർമൽ ആയിട്ട് അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണിച്ചേ അല്ലെങ്കിൽ എന്താ പറഞ്ഞേ എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ? അപ്പൊ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആണ്. ഇമോഷൻസ് ബാലൻസ്ഡ് ആണ്, നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ബാലൻസ്ഡ് ആണ്, നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ബാലൻസ്ഡ് ആണ്. എല്ലാത്തിനും ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ എല്ലാത്തിനെയും റിയാക്ട് ചെയ്ത് നമ്മൾ നടക്കുന്നത് അല്ലെ? പക്ഷെ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്താൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അപ്പോഴാണ് നമുക്ക് മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകുക എന്ന് കേൾക്കാം.
അല്ലെ? ഇപ്പൊ സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാം. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സന്തോഷിക്കുന്ന സമയം വന്നു, നമ്മൾ സന്തോഷിക്കുന്നു. അത് എല്ലാവരെയും പോലെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്നു. അതേസമയം ചില ആളുകൾ അത് എന്താ പറയാ വീണ്ടും വീണ്ടും ഓർത്തോർത്തോ അല്ലെങ്കിൽ കുറെ നേരത്തെ കഴിയുമ്പോൾ കോഗ്നിറ്റീവ് മീൻസ് വിജ്ഞാനപരമായ ബുദ്ധിപരമായിട്ട് ഇപ്പൊ നമ്മളെ നമ്മളിപ്പോ റോഡിൽ കൂടി നടന്നു പോവുകയാണ്, നമ്മളെ കുട്ടികളെ വിളിക്കുന്ന പോലെ ആയിപ്പോയി. അപ്പൊ ഓക്കെ അതന്നെ നമ്മളിങ്ങനെ നമ്മൾ റോഡിൽ കൂടിയൊക്കെ നടന്നു പോവുകയാണ്. അപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റിൽ ഒരു ബസ് വരികയാണ്, വണ്ടി വരികയാണ്. നമ്മൾ നോക്കുമ്പോ ആ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ റോഡ് അങ്ങനെ മുഴുവനും യൂസ് ചെയ്ത് നടന്നു, റോഡ് നടക്കുക കൂടിയാ നമ്മളിങ്ങനെ നടന്നു. അപ്പൊ റോഡ് ഓപ്പോസിറ്റ് കൂടി ഒരു ബസ് വരുന്നതോ ഒരു വണ്ടി ഏതെങ്കിലും ഒരു വെഹിക്കിൾ വരുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് സൈഡിലേക്ക് നീങ്ങും. ദാറ്റ് മീൻസ് അവർ ബ്രെയിൻ ഗിവ്സ് സം സിഗ്നൽ ടു അവർ ലെഗ് ടു മൂവ് ടു എ സൈഡ് അല്ലെ? നമ്മുടെ ബ്രെയിൻ നമുക്ക് അപ്പൊ തന്നെ കാലിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യും. വണ്ടി വരുന്നു, നീങ്ങിപ്പോന്ന് അല്ലെ? അല്ലാതെ നമ്മളിതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് വിചാരിക്കണേ. ഇവിടെ ആ ആക്ഷൻസും ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ബ്രെയിനകത്ത് ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു അല്ലെ? പാസ് ചെയ്ത് കാലിലേക്ക് കൊടുക്കും. അപ്പൊ പറയും നീ കാല് നീക്കിക്കോ അല്ലെങ്കിൽ നീങ്ങിക്കോ, ബസ് വരുന്നു, ബസ്സിന് പോകണം എന്ന്. അല്ലാന്നുണ്ടെങ്കിലോ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധി നമുക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമുക്കൊരു ഇൻഫോർമേഷൻ തന്നില്ല. ദാറ്റ് മീൻസ് ബ്രെയിൻ ഇങ്ങനെ ഡൾ ആയിപ്പോയി. എന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു കാര്യം ബ്രെയിൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. നമ്മൾ അങ്ങനെ നടക്കും. പിന്നെ റോഡില് ബസ്സുകാരൻ നിന്ന് ഹോണടിച്ച് നമ്മളെ ചെയ്ത് പൊട്ടിക്കും അല്ലെ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പിടിച്ചു മാറ്റണം. അത്തരം പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷൻസിൽ ഹൗ ടു ബിഹേവ്, ഹൗ ടു പെർഫോം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമോഷണലി നമുക്ക് പ്രസന്റ് ചെയ്യാം, ഇതൊക്കെ നമുക്കറിയാം. അതിനൊക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്താൽ അതൊക്കെ മെന്റൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. സോ ഈ സൈക്യാട്രി എന്ന് പറയുമ്പോൾ ഇവിടെ നേരിട്ട് മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ഡയഗ്നോസിസ്, ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്, സ്റ്റഡി ദ പേഷ്യൻസ് and only they can give treatments. ഇത്തരം പേഷ്യൻസിനെ എന്താ പറയാ അടുത്തൊക്കെ പിടിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കുറിച്ച് പഠിക്കണം. ഒത്തിരി പഠനങ്ങൾ ഇതിന് നടത്തേണ്ടി വരും. കാരണം ഓടി അങ്ങനെ എന്നിട്ട് ഇത്തരം പ്രോബ്ലമാണ്, ഓക്കെ വേഗം മരുന്ന് എഴുതി കൊടുക്കണോ? അല്ല, എന്താണ് അവരുടെ ആ ഒരു പ്രോബ്ലത്തിന് കാരണം, ഇതൊക്കെ മനസ്സിലാക്കണം. എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ അവരെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. എന്നിട്ട് മാത്രമേ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നല്ലൊരു പഠനം ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് നടത്തേണ്ടി വരും ഡോക്ടേഴ്സ്. ആൻഡ് എന്തൊക്കെ സർവീസസ് ആണ് ഈ ഒരു സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രി എയ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? ഒന്നാമത്തേത് ദേ മേക്ക് സം സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ മാനസികപരമായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നു. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കൊണ്ടായിരിക്കും ഇങ്ങനെ മൈൻഡ് ഡിസോർഡർ ആയി പോണേ. അപ്പൊ എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. ആളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. നമുക്ക് ആളെ കുറിച്ച് എന്തൊക്കെയാ മനസ്സിലായി അത് നമ്മൾ അങ്ങോട്ടേക്കും ഷെയർ ചെയ്യുന്നു. അവരുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതാണ് കൗൺസിലിംഗ്. പിന്നെന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ഓൾസോ ട്രീറ്റിംഗ് പ്രോബ്ലംസ്. സൈക്യാട്രിക് ഇൽനെസ് എന്താണെന്ന് നോക്കി കണ്ടെത്തി ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന സേവനമാണ്. ദെൻ കണ്ടക്ടിങ് IQ ടെസ്റ്റ്, ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് ആണ്. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് ആണ്. അതായത് എത്രത്തോളം ബുദ്ധി ഉണ്ട്, ആ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നത് IQ ടെസ്റ്റ്, ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് ആണ്. അടുത്തത് ഡി അഡിക്ഷൻ സർവീസസ്. ഇനി ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി മിക്കവാറും ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈൻഡ് ഡിസോർഡേഴ്സ്, മെന്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ പലരും അഡിക്റ്റഡ് ആകുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ അഡിക്ഷൻ വരുന്നത് കൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസ് ചില ആളുകൾ ഫേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചിലര് എന്താ പറയാ മദ്യം, അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവരാകാം. ചിലര് എന്തെങ്കിലും ലഹരിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ മെറ്റീരിയൽ സബ്സ്റ്റാൻസിന് അടിമപ്പെട്ടത് കൊണ്ടാകാം. അതൊക്കെ ഇങ്ങനെ കൂടി ആ അഡിക്ഷൻ കൂടി അതിങ്ങനെ മെന്റൽ പ്രോബ്ലം ആകാം. ഓക്കെ, ചില ആൾക്കാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ അതിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ നിർത്തും.
പക്ഷെ ആ ഒരു സംഭവത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവരുടെ മൈൻഡിൽ നിന്നും ആ സാധനങ്ങൾ പോകാത്തത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, അവരുടെ ഫിസിക്കലായിട്ട് നമ്മളത് എടുക്കുന്ന ഇൻടേക്ക് ചെയ്യുന്നത് മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. പക്ഷെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനം കിട്ടണം എന്നുള്ള വിചാരമാണ് അല്ലെ. കുറെ നാൾക്ക് കൊണ്ടേ മാറ്റി നിർത്തി പിന്നെ നമ്മൾ മാറി എന്നൊക്കെ വിചാരിക്കും. പിന്നീട് അവരുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാവില്ല. വീണ്ടും അവരത് കഴിക്കാൻ നോക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മെന്റൽ പ്രോബ്ലം. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചില കുട്ടികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഒരു മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാം. കൂടുതലും എന്തെങ്കിലും കാര്യത്തിലേക്ക് അഡിക്റ്റഡ് ആകുമ്പോൾ ഇപ്പൊ ബുക്കിൽ തന്നെ കുറെ അങ്ങനത്തെ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒത്തിരി പഠിച്ച് അങ്ങനെ ആയിപ്പോയി എന്ന് അല്ലെ. ബുക്കിൽ മാത്രം എല്ലാത്തിലും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം അങ്ങനെ ഒതുങ്ങിക്കൂടാൻ പാടില്ല അല്ലെ. നമുക്കെല്ലാം വേണം. ഇപ്പൊ പലതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ വലിയ അഡിക്ഷൻസ് വരില്ല. എല്ലാം ഒരേപോലെ നമ്മൾ കാണുകയാണ് അല്ലെ. പഠനമെല്ലാം ഒരുപോലെ കാണുന്നു. ഈക്വൽ ഇമ്പോർട്ടൻസ് വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുത്തത്. ദാറ്റ് വിൽ നോട്ട് ബി ആൻ അഡിക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നിലും അഡിക്റ്റഡ് ആകില്ല നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ ഡി അഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ആ അഡിക്ഷൻസിൽ നിന്നും അവരെ മാറ്റാൻ വേണ്ടിയിട്ട്, അവരതിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഏതെങ്കിലും സെന്റേഴ്സിൽ കൊണ്ടുവന്നാക്കി മറ്റുള്ളവരോടൊപ്പം അവരൊക്കെ ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തികളിലേക്ക് ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹാൻഡിക് വർക്സോ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ജോലി പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ മറ്റ് മൈൻഡൊക്കെ മാറ്റി ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള സേവനങ്ങളും ഈ ഒരു സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡിക്ഷൻ സെന്റേഴ്സ് അതിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ അതിലേക്ക് കൊണ്ടുപോയി അവരെ അതിൽ നിന്നൊക്കെ എന്താ പറയാ അഡിക്ഷനിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് അണ്ടർ സൈക്യാട്രി. ഇതൊക്കെയാണ് സൈക്യാട്രി ഡിസ്റ്റർബൻസ്. ഇതിന്റെയൊക്കെ ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് മറക്കരുത്. പ്രൊവൈഡ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ട്രീറ്റിംഗ് ആൻഡ് എന്താ പറയാ സൈക്യാട്രിക് ഇൽനെസ്, കണ്ടക്ടിങ് IQ ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡിംഗ് ഡി അഡിക്ഷൻ സർവീസസ്. ഇത്രയൊക്കെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത് വേഗം ഒരു എന്താ പറയാ ഇവിടെ നോട്ടൊന്നും എഴുതണേ. IQ ഇന്റലിജൻസ് കോഷ്യന്റ് കേട്ടാ. ഇന്റലിജൻസ് കോഷ്യന്റ് IQ പറഞ്ഞുതരാം എനിക്ക്. ഒന്ന് വേഗം എഴുതാനുള്ള ന്യൂക്ലിയർ മെഡിസിൻ ആണ് എഴുതണ്ടേ. ന്യൂക്ലിയർ മെഡിസിനിൽ ന്യൂക്ലിയർ മെഡിസിനിൽ മറക്കരുത് സ്പെക്ട്, പെറ്റ്, ഇതിന്റെ രണ്ടിന്റെയും ഫുൾ ഫോം പഠിക്കാൻ മറക്കരുത് കേട്ടോ. ഫുൾ ഫോം എന്തായാലും പഠിക്കാനുള്ളത് തന്നെയാണ്, മറക്കാതെ പഠിക്കാം. എഴുതി വെച്ച് പഠിച്ചോ. ഓക്കെ, ഒന്നാമത്തെ എഴുതിക്കോട്ടെ. ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം സ്പെല്ലിംഗ് തെറ്റിക്കാണ്ട് ഇതാ. ഹൈപ്പർ തൈറോയിഡിസം. hyphenated data happens when happens 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 when thyroid glands produce thyroid gland produce too much of thyroid hormones. Happens when thyroid glands produce too much of thyroid hormones. Too much of thyroid hormones. Full stop. It shows SHOWS. It shows symptoms like symptoms 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 അടയാളങ്ങൾ. It shows symptoms like weight loss, comma, weight loss, hair fall, comma, weight loss, hair fall, comma, irregular heartbeat ഇങ്ങനെ താളം തെറ്റും.
ഇറഗുലർ ഹാർട്ട് ബീറ്റ്. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. നെക്സ്റ്റ് വൺ അതിനകത്ത് വരുന്നതാണ് ലിംഫോമാസ്. ലിംഫോമാസ്, LYMPHOMAS, ലിംഫോമാസ്. ഹൈഫനേറ്റഡ് ചെയ്ത ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ. Type of blood cancer. Type of blood cancer which affect AFFECT, which affect white blood cells. Which affect white blood cells. White blood cells ne affect ചെയ്യുന്ന ബ്ലഡ് ക്യാൻസറിനെയാണ് നമ്മൾ ലിംഫോമാസ് എന്ന് വിളിക്കുക. ഇനി അതിന്റെ താഴെ നിങ്ങൾ ആ സ്പെക്റ്റും പെക്റ്റും ഒന്ന് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേ വേഗം. സ്പെക്റ്റ് എന്ന് എഴുതാ, അതിന്റെ ഫുൾ ഫോം എഴുതാ. പെക്റ്റ് എന്ന് എഴുതാ, അതിന്റെ ഫുൾ ഫോം എഴുതാ. രണ്ടും എഴുതാട്ടാ, അല്ലെങ്കിൽ മറന്നു. നിങ്ങൾ ആ നോട്ട് കൂടി എടുത്ത് വെച്ച് വായിക്കുമ്പോ ജസ്റ്റ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. നോട്ടിൽ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, എങ്കിലും ചെറിയ ഒരു വേർഡിന്റെ ഡിഫറൻസിൽ വൺ വേർഡ് ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്. ഒരു അക്ഷരമൊക്കെ മാറണ്ടാവുള്ളൂ. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു 2-3 ലെറ്റേഴ്സ് മാത്രം മാറ്റിയിട്ടൊക്കെ ഫുൾ ഫോം ഒക്കെ നമുക്ക് ഡിസോർഡർ ആയിട്ടൊക്കെ തരും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ, അതെ അതെ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടൊമോഗ്രഫി, അതാണ് സ്പെക്റ്റ്. മറ്റേത് പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി, പെറ്റ്. രണ്ടും എഴുതി വെക്കാട്ടാ. എഴുതി കഴിഞ്ഞ് പറയാം. കഴിഞ്ഞോ? യെസ്. അടുത്തത് മറ്റേ ഇതാണ് ഒഫ്താൽമോളജി. ഓങ്കോളജിയിലൊന്നുമില്ല എഴുതാൻ, അവിടെ തന്നിരിക്കുന്ന നോട്ട് മാത്രമേ ഉള്ളൂ. ഒഫ്താൽമോളജിയിലൊന്ന് വേഗം എഴുതിയേ. ഒപ്റ്റോമെട്രി. അതിനകത്ത് ഒഫ്താൽമോളജിയിൽ ഒപ്റ്റോമെട്രി. Optometry. Hyphenated data. Healthcare profession. Healthcare profession. PROFESSION. Profession that involves healthcare profession that involves examining. 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 Healthcare profession that involves healthcare profession that involves examining the eyes and related structures or abnormalities of eyes അടുത്തത് എഴുതാൻ സമയമില്ല, ടീച്ചറിന്റെ സമയം കളയുന്ന നമ്മള്. അപ്പൊ ഇന്ന് പഠിച്ചത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. കുറച്ച് വലിയ വലിയ സാധനങ്ങളാണ് ചിലതൊക്കെ. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ ഒരുപാട് ഉണ്ടൊക്കെ അതിനകത്തും. ഓങ്കോളജി, അതുകൊണ്ട് അവിടെ തന്നെ നോട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ നോട്ട്സും തരുന്നില്ല. ഒഫ്താൽമോളജിയിൽ അത് അറിയേണ്ട ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ്, സൈക്യാട്രി വരെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇനി കുറച്ചുകൂടി ഉള്ളൂ അടുത്ത ഭാഗത്തേക്ക് എത്താൻ. അടുത്ത ഭാഗം നമ്മൾ ഒറ്റ ക്ലാസ് കൊണ്ടൊക്കെ ചിലപ്പോ ചെയ്ത് തീർക്കാൻ പറ്റും. ഈ ഡിപ്പാർട്ട്മെന്റുകളായതുകൊണ്ട് ഇത്ര ലെങ്തിയുമാണ്. ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇത്ര സമയം പോയത്. ഓക്കെ, നന്നായിട്ട് വായിച്ചിട്ട് വരാം. നോട്ട് ആരൊക്കെങ്കിലും എഴുതാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഇത് കഴിഞ്ഞവരുണ്ടല്ലോ.